എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവതിയെ നഗ്ന പൂജയ്ക്ക് നിർബന്ധിച്ചു എന്ന പരാതി. യുവതിയുടെ ഭർത്താവിനെയും സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവിന്റെ ദേഹത്ത് ബാധയുണ്ടെന്ന് പറഞ്ഞാണ് പൂജയ്ക്ക് നിർബന്ധിച്ചതെന്ന് യുവതി പറഞ്ഞു. എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങളെ കുടുംബത്തിൽ ഇങ്ങനെ വിഷയം ഉണ്ടാവുന്നത് ഓൻ്റെ മേത്ത് രക്തരസസ് എന്ന് പറഞ്ഞ് സാന്നിധ്യമുണ്ട്, അതിനോണ്ടാണെന്ന് പറഞ്ഞ്. ആമിനാന്റെ മേത്തൊരു ബാധ കേറിക്കണ്. അതിന് മോക്ക് വിചാരിച്ചാലേ ഓനെ രക്ഷിക്കാൻ പറ്റും, വേറെ പെണ്ണുങ്ങൾക്കും രക്ഷിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഒരു കന്യകയുടെ സഹായവും സാന്നിധ്യവും ആവശ്യമാണ്. ഞാൻ എങ്ങനെ സഹായിക്കേണ്ടിയെന്ന് ചോദിച്ചു. മന്ത്രത്തിലൂടെ അല്ല, തന്ത്രത്തിലൂടെ വേണം തളയ്ക്കാൻ. അതും ഉഗ്രരൂപത്തിൽ മാത്രമേ കഴിയൂ. അപ്പൊ ഇയാള് പറയാണ് അതിനൊരു പൂജ വേണം, പൂജ എന്ന് പറയുന്നത് നഗ്നപൂജ വേണം. കാമപൂരണം തന്നെയാണ് ലക്ഷ്യം. എനിക്ക് അങ്ങനെ നഗ്നപൂജ ചെയ്തിട്ട് എൻ്റെ മാപ്പിള നന്നാക്കണ്ട, പോയിക്കോട്ടെ, ഞാനും എൻ്റെ ജീവൻ പോക്കൂന്ന് ഞാൻ പറഞ്ഞു. അയാൾ വയനാട്ടിലും ചെയ്തിക്കുന്നു, അതുപോലെ നമ്മൾ ആ ഏരിയയിൽ എവിടെയോ ചെയ്യുന്നുണ്ട്. ഈ നഗ്നപൂജ നടത്തണമെന്നാവശ്യപ്പെട്ട പൂജാരിയും അറസ്റ്റിലായിട്ടുണ്ടോ? മന്ത്രവാദി തട്ടിപ്പാണല്ലേ. ഈ യുവതിയുടെ പരാതിയിലാണ് ഇപ്പോൾ യുവതിയുടെ ഭർത്താവിനെയും ഒപ്പം പ്രകാശ് എന്നൊരാളെയും പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രകാശ് എന്ന ആൾ വീട്ടിലേക്ക് വരുന്നത്. കർമ്മി എന്ന് പരിചയപ്പെടുത്തിയായിരുന്നു ഇയാൾ വീട്ടിലെത്തിയത്. ആദ്യഘട്ടത്തിൽ വീട്ടിലെത്തിയ പ്രകാശൻ ഇത്തരത്തിൽ തൻ്റെ ദേഹത്ത്, അതായത് യുവതിയുടെ ദേഹത്ത് ബാധയുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് ഫോണിൽ ബന്ധപ്പെട്ട് യുവതിയുടെ ഭർത്താവിൻ്റെ ദേഹത്താണ് ബാധ. അത് ആ ഘട്ടത്തിൽ വീട്ടിലെത്തിയ സമയത്ത് പരസ്യമായി പറയാത്തത് കൊണ്ടാണ് അന്ന് യുവതിയുടെ ദേഹത്താണ് ബാധ എന്ന് പറഞ്ഞതെന്നായിരുന്നു പ്രകാശൻ യുവതിയോട് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ഈ ബാധ, ഭർത്താവിൻ്റെ ദേഹത്തുള്ള ബാധ ഒഴിപ്പിക്കണമെങ്കിൽ നഗ്ന പൂജ നടത്തണമെന്നും യുവതിയോട് പറഞ്ഞു. കവിളുകളോ കളഭമയം കാഞ്ചനരേ